കിരൺ TV നമ്മൾക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഫ്രീക്കൻ. ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നാഷ് ചേട്ടനാണ്. രാഹുൽ ഈശ്വറിനെ പോലെ കണ്ട ഓക്കെ മാന്യം. ഏറ്റവും കൂടുതൽ ഫാൻ ഹേറ്റ് ക്യാമ്പയിനും ഹേറ്റ് പേജസ് ഉണ്ടായിരുന്ന എനിക്കാണ്. എനിക്ക് കോമ്പറ്റീഷൻ ടോം ക്രൂസ് ആയിരുന്നു. പറയൂ, ടോം ക്രൂസിനെ പറയുന്നുണ്ട്, അമിതാഭ് ബച്ചനെ പറയുന്നുണ്ട്, പിന്നെ എന്നെ പറയും. ഇപ്പോഴായിരുന്നെങ്കിലേ കുറച്ചുകൂടെ അല്ലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചേട്ടന് റീച്ച് കിട്ടാവുന്ന ഒരു സാധനമായിരുന്നില്ലേ? തെറിവിളിച്ച് ഞാൻ കൊന്നേനെ എല്ലാത്തിനും. എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ ലൈം ലൈറ്റ് ഉണ്ടായിരുന്നതിന്? തീർച്ചയായിട്ടും ബെബ്കോയിൽ പോകാൻ പറ്റില്ല, റോട്ടിൽ മൂത്രം ഒഴിക്കാൻ പറ്റില്ല. വായന ചെറിയൊരു ഫക്ക് വന്ന ഒരു പ്രശ്നമായിരുന്നു ആ സമയത്ത്. അറിയാതെ പോലും എന്റെ ഇപ്പം എന്റർടൈൻമെന്റ് സെക്ടർ സ്കെയിലൊക്കെ മാറി വരുന്നു. നെഗറ്റിവിറ്റിയാണ് എന്റർടൈൻമെന്റ്, തെറി വിളിക്കുന്നതാണ് എന്റർടൈൻമെന്റ്. ഞാൻ വളരെ മോശമായിട്ടൊക്കെ പല ആംഗിൾ ഞാൻ ചാടിച്ചു കൊടുത്താണ്. തെറി വിളിച്ചിട്ട് അവർ ഇറങ്ങിപ്പോന്ന്, മിണ്ടാതെ ഇറങ്ങിപ്പോന്ന് അവരുടെ മാന്യത പോലും ഇരിക്കും. മനസ്സിലായി? അടുപ്പിച്ച് 2 ദിവസമായിട്ട് ഞാൻ ആശാ എന്ന് പറഞ്ഞ സിനിമ കണ്ടോണ്ടിരിക്കും. അതിനകത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട്, കൊടക്കമ്പി ആയിരുന്നു ഞാൻ, പിന്നെ കെട്ടുകമ്പിയായി മാറും. പുള്ളി തന്നെ സ്വന്തമായിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളി വേറെ സ്ഥലത്ത് അങ്ങ് എത്തി എന്നുള്ള സാധനമാണ്. അപ്പൊ പുള്ളിയെ ഇപ്പോഴും നന്നായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ ഹോസ്റ്റലിൽ കയറി ഒളിച്ചിരുന്ന് പെങ്കുച്ചിനെ കയറി പിടിച്ചു 4 വിക്കറ്റ്. ജനൽ കമ്പിയുടെ കൂടെ കയറി പിടിച്ചിട്ട് എന്ത് കിട്ടാ? ഹലോ എവ്രിവൺ, ഫ്രീക്കൻ എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഫ്രീക്കന്മാർ നമ്മുടെ മലയാളി സമൂഹത്തിൽ കോമൺ ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ 90s കിഡ്സിനും 2K കിഡ്സിനും സ്വന്തമായിട്ടൊരു ഫ്രീക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ TV നമ്മൾക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഫ്രീക്കൻ. ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നാഷ് ചേട്ടനാണ്. വെൽക്കം ടു ദ ഷോ ചേട്ടൻ. താങ്ക് യു. നമസ്കാരം ശില്പ. താങ്ക് യു സോ വെരി മച്ച് ഫോർ സച്ച് എ ബിഗ് ഇൻട്രൊഡക്ഷൻ. ഇത്രയൊക്കെ എൻ്റെ ആവശ്യമാണ്. നാഷ് എന്ന് പറഞ്ഞു. എന്നാലും ചേട്ടാ നമ്മൾ 90s കിഡ്സ് അത്രയും ഒരു ബിൽഡപ്പ് വേണം. ശരി, ഓക്കെ, തുടങ്ങാൻ ചേട്ടാ. പിന്നെ തുടങ്ങും. കുറച്ച് ക്ലീശയും തുടങ്ങാം. സ്ഥിര സാധനമായിരിക്കും, പഠിപ്പിക്കലായിരിക്കും, എനിക്കറിയാം. മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. അല്ല, ആദ്യം ഞാൻ കഥയെന്ന് വരാം. ശരി, ആയിക്കോട്ടെ. ചേട്ടന്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കഥ എനിക്കറിയാം. ചേട്ടന്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു ഓഡീഷന് വേണ്ടിയിട്ട്. പക്ഷെ അവിടുന്ന് ചേട്ടനാണ് ജോലിയുമായി ഇറങ്ങുന്നത്. സോ എന്തായിരിക്കും പ്രൊഡ്യൂസേഴ്സിന് ദിസ് ഇസ് ദ ഗൈ എന്ന് തോന്നാനുണ്ടായ റീസൺ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് തന്നെ ആയിരിക്കും റീസൺ. ദേ മസ്റ്റ് ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ സം പീപ്പിൾ ഹു ലുക്സ് ഡിഫറെന്റ്. സോ ഈ പറഞ്ഞ പോലെ ഫ്രീക്കൻ ലുക്ക് അന്ന് ഹെൽപ്പ് ചെയ്തു ആയിരിക്കണം. എന്താ ഈ എളിമയും പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധനം ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ചേട്ടൻ ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ടാണല്ലോ മീഡിയയിലോട്ട് വരുന്നത്. തീർച്ചയായും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുന്നേ അപ്പൊ ആ ഒരു മൊമെന്റിന് മുന്നേ ഒരിക്കലും ചേട്ടന്റെ ഫീൽഡ് മീഡിയ ആണെന്നോ അല്ലെങ്കിൽ മീഡിയയിലേക്ക് വരണം എന്നോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഹൂ ഡസന്റ് വാണ്ട് ടു ബി? ഐ വാണ്ടഡ് ടു ബി ഇൻ സിനിമാസ്, ഐ വാണ്ടഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ഓൾ ദാറ്റ്. എപ്പോഴും വേണമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗ്രോ വാച്ചിങ് മൂവീസ്, അമിതാഭ് ബച്ചൻ, മോഹൻലാൽ, മമ്മൂട്ടി. പിന്നെ ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് മൂവി ബഫാണ് ഞാൻ. സോ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയാണ് വന്ന് അതിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഞാൻ കാരണം ഐ വാസ് എ ലൗഡ് പേഴ്സൺ. പക്ഷെ ഇങ്ങനെ നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കാം, ഇത്രയും ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, അന്ന് ഈ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാംസ് അല്ലേ, അപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആങ്കർ ആവുന്നു. അത് നേരെ വന്ന് ക്യാമറയുടെ ഫ്രണ്ട് എന്നിട്ട് കട്ടൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലോ ലൈവ് പ്രോഗ്രാം. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തപ്പോ? അതാ മോളെ ഈ പറഞ്ഞത്, സംസാരിക്കും. സോ ഐ എം ഫ്രണ്ട്സ് വിത്ത് എവറി വൺ. ക്യാമറ നമ്മുടെ സുഹൃത്താണെന്ന് വിചാരിച്ചാൽ സംസാരിച്ചാൽ പറ്റും. കാരണം സംബഡി ഈസ് ടോക്കിംഗ് ടു മീ ഫ്രം ദ അതർ എൻഡ്. അതാരും നമുക്ക് കാണാൻ പറ്റില്ല. ഫോണിലാണെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മൾ കസ്റ്റമർ കെയറിന് വിളിക്കുമ്പോൾ സംസാരിക്കാറ്. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്നു. കസ്റ്റമർ കെയർ നന്നായിട്ട് സംസാരിക്കും, നമ്മൾ തിരിച്ച് നന്നായിട്ട് സംസാരിക്കും. അപ്പം തിരിച്ചായിരുന്നു. അപ്പം ഫസ്റ്റ് കോളറിനെ ഇപ്പോഴും ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് മൊമെന്റ് ഓർമ്മയുണ്ട്? ഫസ്റ്റ് കോളർ ചെന്നൈന്ന് അവരുടെ കോളർ സൺ ടിവി വിളിച്ച കോളർ. ഫസ്റ്റ് നമ്മുടെ ഒരു ലൈക്ക് കോമണർ വിളിച്ചത് ഓർമ്മയുണ്ട്? ഫസ്റ്റ് കോമൺ മാൻ വിളിച്ചത് അതൊന്നും ഓർമ്മയില്ല മക്കളെ. പക്ഷെ ആരെങ്കിലൊക്കെ കുറെ പേര് വിളിച്ചിട്ടുണ്ടായി, അത്ര എനിക്കറിയാം. ആരാണെന്ന് എനിക്ക് ഓർമ്മ. ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെ, ഹൗ യു ഹാൻഡിൽഡ് ഇറ്റ്? ദാറ്റ് വാസ് വെരി നൈസ്. അത് തീർന്നത് പോലും പറഞ്ഞു. ഇറ്റ് വാസ് ലൈക്ക് ഫൺ. ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ കോളേജ് ക്യാമ്പസിൽ പോകുന്ന പരിപാടിയായിരുന്നു. ഇവിടെ അല്ല, ഇറ്റ് വാസ് ഇൻ ദ അതർ സ്റ്റുഡിയോ. അപ്പോൾ ക്യാമ്പസിൽ പോകുന്ന അറിയാമായിരിക്കും. സോ ഇറ്റ് വാസ് ലൈക്ക് ആസ് ഫൺ. ഒരു ഫാമിലി പോലെ ആയിരുന്നു. നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞാൽ അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ നിൽക്കും, ക്യാൻറ്റീനൊക്കെ ചെന്ന് കറങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. സോ അപ്പോൾ ഓരോരുത്തരുടെ സ്ലോട്ട് കഴിഞ്ഞ് ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ഓരോ പീരീഡ് കഴിയുമ്പോൾ മാറത്തില്ല. പീരീഡ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് ഗോസ് വെരി ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് സോ ഫൺ. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ മിസ്. ആ ഒരു പരിപാടി ഇപ്പം ഇല്ല. ഇപ്പോൾ ഉള്ളത് നിങ്ങളൊക്കെ അല്ലേ ഇരുന്ന് വളരെ സീരിയസ് ആയിട്ട്
ചേട്ടാ സത്യം പറഞ്ഞാൽ സീരിയസ് എളുപ്പമാണ് ചേട്ടാ, നിങ്ങളുടെയൊക്കെ പരിപാടി പാടായിരുന്നു. ഒരു പാടുമില്ല, എന്തൊന്ന് പാടാണ് ഇരിക്കുന്നത്. നമ്മൾ സീരിയസ്ലി നമ്മളിപ്പോ ന്യൂസ് റിപ്പോർട്ടറാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നടന്ന കൂട്ട ആത്മഹത്യ, കൂട്ട ബലാത്സംഗം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സംസാരിക്കും. വി ഹാവ് ടു ബി സീരിയസ്. അവിടെ നിന്ന് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതിനെന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അല്ലാതുള്ള സാധനത്ത് നമുക്ക് ആറാംശം സംസാരിക്കണം. വാട്ട് എവർ ദ തിങ് ഇസ്, പീപ്പിൾ ആർ വാച്ചിങ് അസ് ടു ഗെറ്റ് എന്റർടൈൻഡ് അല്ലേ, അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള എന്റർടൈൻമെന്റ് കൊടുക്കാൻ കഴിയും. പക്ഷെ ഇപ്പം എന്റർടൈൻമെന്റ് സെക്ടർ സ്കെയിലൊക്കെ മാറി വരുന്നു. നെഗറ്റിവിറ്റിയാണ് എന്റർടൈൻമെന്റ്, തെറി വിളിക്കുന്നതാണ് എന്റർടൈൻമെന്റ്, പോക്കൃത്തനം പറയുന്നത്. അതിലൊക്കെ ഞാൻ വരുന്നത് ചേട്ടാ, നമ്മളിപ്പോ ഈ കംപ്ലീറ്റ്ലി ഫോണിൽ മ്യൂസിക് പ്രോഗ്രാംസ് അങ്ങ് വാനിഷ് ആയി. കുറെ പ്ലാറ്റ്ഫോംസ് ഇപ്പം കയറി വന്നോണ്ട് തന്നെ ടിവിയിലും മ്യൂസിക് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടായി. അപ്പൊ അതിനെ ചേട്ടൻ അപ്പം അതോടുകൂടി ഈ ഒരു TV അല്ലെങ്കിൽ ടെലിവിഷൻ എന്നുള്ള മാധ്യമത്തിന് ആ ഒരു കണക്ഷൻ ആളുകൾക്ക് പോയി. അതിനെ ഒരു നെഗറ്റീവായിട്ടാണോ കാണുന്നത്, അതൊരു ഇവോൾവിങ്ങിന്റെ ഒരു അങ്ങനത്തെ ഒരു ഭാഗമായിട്ടാണോ കാണുന്നത്? 50% മോളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്, ബാക്കി 50% ഇവോൾവിംഗ് ആണ്. ദാറ്റ് ഈസ് ദ ഫാക്ട്, വി കാൻ ഡിനൈ ഇറ്റ്. ഓക്കെ, അതങ്ങനെയല്ല. നമ്മൾ ലാപ്ടോപ്പിൽ നിന്നും അല്ല കമ്പ്യൂട്ടറിൽ നിന്നും ലാപ്ടോപ്പിലേക്ക് മാറിയെന്ന് നമ്മളറിയാതെ, പിന്നെ ലാപ്ടോപ്പിൽ നിന്ന് അത് ഫോണിലേക്ക് മാറി, ടാബിലേക്ക് മാറിയില്ലേ. പക്ഷേ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരും അവർ വർക്ക് ഫ്രണ്ട്ലി അതായിരിക്കും. പക്ഷേ ദേ ആർ യൂസിങ് ദിസ് ഓൾസോ. വി ഹാവ് ടു ഡു ഇറ്റ് ടു സ്റ്റാർട്ട് ഗോയിങ് വിത്ത് ഇറ്റ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സാധനമുണ്ട്. പക്ഷേ ഗെറ്റിംഗ് എന്റർടൈൻഡ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സാധനം മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ച് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളവരായിട്ടും കാണുന്നുണ്ടല്ലോ, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്നത്, ഐ സ്വയർ കേട്ടോ, പണ്ട് ഇതെന്താണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന് ഇത്ര ആൾക്കാർ കാണുന്നത്, അവർ ദേ ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ ദിസ്. കൊച്ചു പിള്ളേർ ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ ഓൾ ദീസ് പ്രൊഫാനിറ്റി, മോശപ്പെട്ട സാധനങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ഇടയ്ക്ക് വായുന്ന ചെറിയൊരു ഫക്ക് വന്ന ഒരു പ്രശ്നമായിരുന്നു ആ സമയത്ത്. അറിയാതെ പോലും എന്റെ ഏറ്റവും കൂടുതൽ അറിയാതെ എന്തെങ്കിലും വന്നോണ്ടിരുന്നത് എന്റെ വായെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ തന്നെ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം വളരെ ഒരു ഇതില്ല, കാഷ്വൽ ആയിട്ടിരുന്ന് തെറി വിളിക്കുകയാണ്, വീട്ടുകാരെ വിളിക്കുകയാണ്, തെറി അത് പറയാണ് ഇത് പറയാണ്. മൂവിയെ കുറിച്ച് ഒരു കുലബന്ധം പോലും ഇല്ലാത്തവന്മാര് അതിനെ കുറിച്ച് അറുത്തുമുറിച്ച് സംസാരിക്കുന്നു. എന്ത് തേങ്ങ അറിഞ്ഞിട്ട് സംസാരിക്കുന്നത്. ചേട്ടാ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ആക്ച്വലി ആൾക്കാർ സെല്ല് ചെയ്യുന്ന നെഗറ്റിവിറ്റി ആണ് അല്ലെ. പക്ഷെ അന്നത്തെ കാലത്തെ ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചേട്ടന്റെ പ്രോഗ്രാം, അതായത് ഒരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് 90s 2K കിഡ്സിന് ചേട്ടന്റെ ഒരു സ്റ്റൈൽ ആയിക്കണം, അല്ലെങ്കിൽ ചേട്ടന്റെ ആ ഒരു അന്ന് കോമൺ അല്ല ഇങ്ങനെ പോണിറ്റെയിലും ലോങ് ഹെയർസ്, പിന്നെ കാഷ്വൽ ഡ്രസ്സിങ് ട്രെൻഡൊക്കെ ശരിക്കും പറഞ്ഞാൽ നാഷ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ആയിരുന്നു. പക്ഷെ അതേപോലെ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് ചേട്ടനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓർക്കുട്ട് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ഹേറ്റ് ക്യാമ്പയിനും ഹേറ്റ് പേജസ് ഉണ്ടായിരുന്നു എനിക്കാണ്. എനിക്ക് കോമ്പറ്റീഷൻ ടോം ക്രൂസ് ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ ഇതിനും മാത്രമൊക്കെ അങ്ങനെ നെഗറ്റീവ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഐ വാസ് ലൈക്ക് എൻജോയിങ് ഇറ്റ്. കാരണം പറയുന്നതൊക്കെ നമ്മളെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക്, നമ്മളെ അല്ലെങ്കിൽ അറിയാൻ കഴിയാത്ത ആൾക്കാർക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ ഓക്കെ പറയൂ, കൊള്ളാം, ടോം ക്രൂസിനെ പറയുന്നുണ്ട്, അമിതാഭ് ബച്ചനെ പറയുന്നുണ്ട്, പിന്നെ എന്നെ പറയൂ, പറയട്ടെ, അങ്ങനെ ഒരു നെഗറ്റീവ് എടുത്തു. അത് പക്ഷെ അതിനെ ഞാൻ ഒരിക്കലും പബ്ലിസിറ്റി ആയിട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് ഇത്ര ഒരു സാധനമുണ്ട്, ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നു, തിരിച്ചു പറയുന്നു. ഐ വുഡന്റ് ഡു ഓൾ. പക്ഷെ അങ്ങനെ നോക്കിയാലേ ഇപ്പൊ ചേട്ടനുള്ള കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആളാന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോഴായിരുന്നെങ്കിലേ കുറച്ചുകൂടെ അല്ലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചേട്ടന് റീച്ച് കിട്ടാവുന്ന ഒരു സാധനമായിരുന്നില്ലേ? തെറി വിളിച്ച് ഞാൻ കൊന്നേനെ എല്ലാത്തിനും. പണ്ട് സഭ്യതയുടെ ആ ഒരു വരമ്പുകൾ, അതിർവരമ്പുകളൊക്കെ വേണം എന്നൊക്കെ മനസ്സിലുണ്ട്. സംതിങ് എത്തിക്സ് ഉണ്ടല്ലോ, ക്യാമറയുടെ ഫ്രണ്ടിൽ കുറച്ച് എത്തിക്സ് ഒക്കെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനായി പോയി ഞാൻ. പക്ഷെ അതുപോലെ ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കമാൻ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും വലിയൊരു മാധ്യമം കയ്യിലിരിക്കുക, ഫോൺ എടുത്ത് വെച്ച് കുത്തിയ ചീത്ത കളിച്ചു എന്നിട്ട് തന്തയ്ക്ക് ഞാൻ വിളിക്കുന്നത് നമുക്ക് കൊടുക്കാന്നുള്ളതാണ്. പക്ഷേ ചേട്ടന് ലൈക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടെ ചേട്ടന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്യാനും തോന്നിയിട്ടില്ലേ അന്നത്തെ കാലത്ത് അല്ലേ? ഇപ്പൊ അതിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട് മോളെ. സി ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് ഇൻ ദിസ് ഡിജിറ്റൽ മീഡിയ, ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറെ കാലമായിട്ട് ഞാൻ വലിയ ആക്റ്റീവ് ഒന്നുമില്ല. ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. അപ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ഓക്കെ ഇത് കുറച്ച് ഹാപ്പിനെസ് പങ്കുവെക്കാം, ഈ ഹാപ്പിനെസ് പങ്കുവെക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അല്ലാതെ ഐ വാസന്റ് ആക്റ്റീവ് ആൻഡ് ഓൾ. ഇപ്പം റീസെന്റ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് സംതിങ് ഡിജിറ്റലി, കുറച്ച് ഒരു ചാനലൊക്കെ, ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. 3 മാസമായി. ശരിക്കും ചേട്ടനെ മിസ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഒരു ടീം എന്ന് വേണമെങ്കിൽ പറയാം ആ കിരൺ TV. കാരണം കിരൺ TV ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ പിന്നെ ഡെഫിനറ്റ്ലി, കാരണം അമ്മമ്മ നമ്മൾ വിളിക്കുന്നവരെ മാഡം സർ എന്നൊന്നും അല്ല വിളിക്കുന്നത്. പേര് ചേട്ടാ ചേച്ചി.
ചില കോൾസിനൊക്കെ വരുമ്പോൾ നമുക്ക് ഹലോ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരാ വിളിക്കുന്നത്. അതിലേക്കാ ഞാൻ റെഗുലർ കോളേഴ്സ് ഉണ്ടായിരുന്നില്ലേ? സോ അത് ലൈക്ക് പിന്നീട് അത് സുഹൃത്ത് ബന്ധങ്ങൾ പോലെ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കുറച്ചുപേരൊക്കെ ഉണ്ട്. കുറച്ചുപേരുണ്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന ആൾക്കാർ കുറച്ചുപേരുണ്ട്, കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട്, അവർ ഇപ്പോഴും വിളിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ വാവ്, സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് ഡൺ ദാറ്റ് പീപ്പിൾ സ്റ്റിൽ റിമെമ്പർ അല്ലേ. ദാറ്റ് ഈസ് സംതിങ് ലവ്ലി. കാരണം ഈ അതൊരു കലർപ്പില്ലാത്ത സ്നേഹമാണ്, പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന പ്രൊമോഷൻ. പക്ഷെ ചേട്ടാ അതിന് ഭയങ്കര ഒരു ഗുണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ഈ പറയുന്നില്ല, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നെഗറ്റീവ് സെല്ല് ചെയ്യുന്നു, റീച്ച് ആവുന്നു, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ലോങ് ടേമിൽ നമ്മുടെ മൈൻഡിൽ ഇല്ലായിരിക്കും. ഇല്ല കേട്ടോ, അത് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു ടീം ആ കിരൺ ടി വി ഇങ്ങനെ ബൂമായി ആ സമയത്ത് നമ്മളെല്ലാം നിങ്ങളെ ഇങ്ങനെ അത് മാത്രമേ ഉള്ളായിരുന്നല്ലോ നമുക്ക്. അപ്പൊ നിങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു ഇൻട്രോ ഒന്നും വേണ്ട, ഇത് നാഷ് അല്ലേ, അല്ല ഇത് രാഹുൽ ഈശ്വർ, ഇങ്ങനെ ഓരോരുത്തരെ, പിന്നെ നിങ്ങളുടെ ടീമിൽ തന്നെ നിങ്ങളെ ഓരോരുത്തരെ എന്തായി, അല്ലെങ്കിൽ നിങ്ങൾ എവിടാണ്, എന്തായി ബ്രേക്ക് എന്ന് അറിയാനും ഒത്തിരി പേര് അത് ഫീൽ ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും ചോദിക്കാറുണ്ട്. കുറെ പിള്ളേരുടെ കാര്യം, താരയുടെ കാര്യവും സാന്ദ്രയുടെ കാര്യവും ഷ്യാമിന്റെ കാര്യം, അരുണിന്റെ കാര്യവും ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇവന്മാരൊക്കെ എവിടെ? ഞാൻ എല്ലാവരും ഉണ്ട്. ചേട്ടൻ എല്ലാവരും, പ്രതീഷിന്റെ കാര്യവും അവരുടെ മേലുണ്ടോ തോന്നുന്നു, സൂര്യ ടി വി താഴെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എവിടെ നിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് കസിൻസിന് എടാ മറ്റേ കസിൻ എന്ത് ചെയ്യുന്നു, വലിയച്ഛൻ എന്ത് ചെയ്യുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു കണക്ഷൻ നമുക്കുണ്ട്. സോ ദാറ്റ് മേക്സ് അസ് മോർ ഹോംലി ആൻഡ് ലൈവ്ലി എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് വാട്ട് വി സോൾഡ് ദാറ്റ് ടൈം. അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി ആണ്. അപ്പൊ ഈ കിരൺ ടി വിയിൽ ആങ്കർ ആയിട്ടിരുന്നതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ബെവ്കോയിൽ പോകാൻ പറ്റില്ല, റോട്ടിൽ മൂത്ര ഒഴിക്കാൻ പറ്റില്ല, സ്മോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് വെരി മച്ച് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷേ സംടൈംസ് ഐ ഡു, എല്ലാത്തരം പറയുന്നില്ലല്ലോ. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഓപ്പൺ ആയ. പണ്ട് നമുക്ക് ഫ്രണ്ട്സുമായിട്ട്, ഇത് ആമ്പിള്ളേരും പെമ്പിള്ളേർ ഫ്രണ്ട്സുമായിട്ട് വി കാൻ ബി ലൗഡ് ഇൻ പബ്ലിക്. ഇവിടെ എന്താണ് ഇപ്പൊ ലൗഡ് ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിയാ നടക്കുന്നത്, ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അതിന് ആ ഒരു സാധനമാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കാം. നമ്മൾ എത്രയോ മഞ്ഞന്മാര് ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള വീഡിയോ ചേട്ടാ, ചിലപ്പോൾ ഈ അടിയൊക്കെ തന്നെ സ്ക്രിപ്റ്റഡ് ആയിരിക്കും, അതും അറിയാൻ പറ്റും. നമ്മുടെ ജനറേഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ CCTVക്ക് മുമ്പേ ഉണ്ടായിരുന്നു ജന്മം. ഇല്ലായിരുന്നെങ്കിൽ മോളെ പണി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. പിന്നെ ഇതൊന്നും അന്വേഷിച്ച് ഓർത്തോണ്ട കാര്യമില്ല. ചുമ്മാ തിരുവനന്തപുരത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കാത്ത പറഞ്ഞാൽ നല്ല പരിപാടിയായിരുന്നു. അവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്റെ പൊന്നളിയാ ഓർമ്മിപ്പിക്കല്ലേ ചേട്ടാ. ഈ ഇപ്പൊ ഒത്തിരി നാളായി ചേട്ടനെ കണ്ടിട്ട്. സോ സ്ഥിരം സാധനമാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഐ വാസ് നോട്ട് ഇൻ ദ ലൈം ലൈറ്റ് ബിക്കോസ് ഓഫ് മൈ ഓൺ തിങ്സ് ആൻഡ് വേ ഓഫ് തിങ്കിങ്. കുറച്ച് യാത്രകളുണ്ടായിരുന്നു, ജീവിത പ്രാരാബ്ദങ്ങൾ, അതൊന്നുമില്ല എന്നാലും പറയാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഐ വാസൻ ഗെറ്റിംഗ് എനി ഗുഡ് ഓഫേഴ്സ് ഓൾസോ. ഇപ്പം പലരും ചോദിക്കും ചേട്ടൻ ഇപ്പം എന്താ ആങ്കർ ചെയ്യാത്തത്. ഞാൻ പറയും ആങ്കർ ചെയ്യുന്ന വേറെ 1-2 പേരെ പറഞ്ഞു തരും. അപ്പോൾ പറയുമ്പോൾ രഞ്ജിനി ഹരിദാസ് ലാസ്റ്റ് രഞ്ജിനി ചെയ്ത ഷോ ഏതാ, അത് ഐഡിയ സ്റ്റാർ സിംഗർ. എപ്പോഴാണ് ഇത് കണ്ടത് ചേട്ടാ? 4-5. But she restarted actually. Yeah, she is doing her channel, right? Yes, that is, she is not I mean, she is the host. Still ഉണ്ട് ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ടിവിയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ആളല്ല. ഐ ആം നോട്ട് എ സ്റ്റേജ് ഹോസ്റ്റ് പരമായിട്ട് സ്ഥിരമായിട്ട് വരുന്നത്. രഞ്ജിനെ പോലെ അങ്ങനെ വരുന്ന ആളല്ലല്ലോ, ടിവിയിൽ വരുന്നവരാണ്. ഇപ്പൊ ടിവിയിൽ അങ്ങനെ ഹോസ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒന്നും വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടിവി എത്ര പേര് കാണുന്നു? അതും ഇപ്പൊ നമ്മൾ ചാനൽ സാറ്റലൈറ്റ് കാണുന്ന സാധനങ്ങളൊക്കെ ഫോണിൽ കാണുന്നുണ്ട്. അമ്മമാരൊക്കെ സീരിയൽ കാണുന്നവര് സീരിയൽ കാണുന്നുണ്ട്. അതിന് ആ ഒരു സാധനം കാലത്ത് എപ്പോഴും കാണും. ലോകത്ത് സീരിയലുള്ളിടത്തോളം കാലം ഇവരൊക്കെ ജീവിച്ചിരുന്നു. അതാണ് എൻ്റെ പരിപാടി. അപ്പൊ അതല്ലാതെയുള്ള ആൾക്കാർക്ക് ഈ സാധനം വന്നപ്പോൾ ദർ ഇസ് നോട്ട് മച്ച് ദാറ്റ് വി ഹാവ് ടു ഡു. അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൊടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ഞാൻ എന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ഇറക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേട്ടന് ഒരു സാറ്റലൈറ്റ് ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒരു കംബാക്ക് ഷോ നമുക്ക് നാഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ എന്ത് തരം ഏത് കോൺസെപ്റ്റ് കേട്ടാൽ ചേട്ടൻ ഓക്കെ പറയും? ആയിട്ടുള്ള സാധനം ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. എന്റെ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എങ്കിൽ അറിയാം. അൺപ്ലഗ്ഡ് എന്നൊരു ഷോ ഞാൻ പണ്ട് കിരണിൽ ചെയ്തു, കണ്ടിട്ടുണ്ടോ? ഐ വാണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. അതൊരു നമ്മുടെ റോഡീസ് പരമായിട്ടുള്ള ഒരു സാധനമാണ്. റോഡീസ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അൺപ്ലഗ് എന്ന് പറഞ്ഞാൽ വി വേർ പിക്കിംഗ് അപ്പ് പീപ്പിൾ, പിക്കിംഗ് അപ്പ് ഫ്രം ദ ക്രൗഡ്. ഇറ്റ് വാസ് ലൈക്ക് ഹ്യൂജ് ആയിരുന്നു. നമ്മൾ ഈ റോഡീസിന് വന്ന് നിൽക്കുന്ന ആൾക്കാരെ പോലെ അത്രയും വലിയ ക്യൂ ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഫ്രണ്ടിൽ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ ദാറ്റ് ഷോ വാസ് ദാറ്റ് ഹിറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് എന്തോ അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അതിനിപ്പോഴും there is a space for it. I know there is a space for it. The Gen Zs and all those people who want to do something, who want to say things,
ഈ കാണുന്ന നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവർക്കും ഇറ്റ്സ് എ ബിഗർ പ്ലാറ്റ്ഫോം റൈറ്റ്. സോ അങ്ങനത്തെ ഒരു സാധനം വളരെ റോ ആയിട്ട് റസ്റ്റിക് ആയിട്ടൊരു സാധനം വന്നാൽ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ നടക്കില്ലല്ലോ മക്കളെ. ഈ നമ്മൾ ഈ ലൈവ് കൊണ്ട് നിങ്ങൾ ഇപ്പോഴും നമ്മളെ ഓർത്തിരിക്കാൻ കാരണം സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രാഹുലിനൊക്കെ പറ്റുമായിരിക്കാം. പുള്ളി കുറച്ചും കൂടെ ഒക്കെ താത്വികനാണല്ലോ പുള്ളിയുടെ. എനിക്കത് പറ്റാറില്ല. അപ്പം നമുക്ക് സ്ക്രിപ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പേര് ഓർത്ത് വെക്കാം, സ്പോൺസേഴ്സിന്റെ പേര് ഓർത്ത് വെച്ചല്ലേ ബാക്കിയുള്ള സ്ക്രിപ്റ്റിംഗ് പരിപാടി വാട്ട് വി ഡു ഈസ് ഓക്കെ. ഇങ്ങനത്തെ പോയിന്റ്സ് ഇവിടെ ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് പറയണം, മെൻഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ഹൗ ഐ ഡു. അപ്പോൾ ഒരു റോ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ നാഷ് വിൽ ബി ബാക്ക് അല്ലേ? ഡെഫിനറ്റ്ലി. സോ എല്ലാവരും ഒന്ന് കേട്ടു. നാഷ് അല്ലേ? നാഷ് അതെ, തിരിച്ച് കാണണം എന്ന് ആഗ്രഹമുള്ളവരും അല്ലേ, പ്രൊഡ്യൂസേഴ്സ് എല്ലാം കേട്ടു. യെസ് യെസ്, യു ഹാവ് all have my number, please അതെ അതെ. സോ ചേട്ടാ, നമ്മുടെ 90s കിഡ്സ് അല്ലെങ്കിൽ 2K കിഡ്സിന്റെ കാലത്ത് ഈ ഫ്രീക്കന്മാർ കോമൺ അല്ലായിരുന്നു. അന്നത്തെ ഫ്രീക്കനാണ് ചേട്ടൻ എന്ന് പറയപ്പെടുന്നു. ആയിരുന്നു, കാരണം അന്ന് ഒട്ടും കോമൺ അല്ലല്ലോ. ഇപ്പൊ ഫ്രീക്കന്മാരെ തട്ടിട്ട് നടക്കാനും വയ്യ. സോ പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുമ്പം ഇപ്പം ജെൻസി എന്ന് നമ്മൾ പറയുന്നല്ലോ. സോ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്? അന്നത്തെ ഫ്രീക്കൻ ആണല്ലോ. സോ ഇപ്പോഴത്തെ ഈ ജെൻസി തിങ്സുമായിട്ട് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്? സ്റ്റാർട്ടിംഗ് ഫ്രം ബാറ്റർ, ലുക്ക് അറ്റ് മീ, യു ടെൽ മീ. Don't I look like a new gen guy? So the purposeful decision ആണ് to keep updated. Yeah, we have to, right? If we are being in the limelight, we have to, right? എല്ലാവരും വീണ നാഗവള്ളി സാറിനെ പോലെയോ മാള അരവിന്ദൻ സാറിനെ പോലെയോ മുരളി സാറിനെ പോലെയോ താത്വികമായ ശങ്കരാടി സാറിനെ പോലെയോ അങ്ങനെ നടക്കാൻ പറ്റില്ല. അവർക്ക് കഴിവുണ്ട്, നമ്മളെ പോലെയല്ല. സോ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇരുന്നാൽ ദിലുവേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ആൾ ശ്രദ്ധിക്കത്തുള്ളൂ. I have to be updated എന്ന് ഡിജിറ്റലി അപ്ഡേറ്റഡ് ആയത് കുറച്ച് റീസെന്റ് ആണ്. സ്റ്റൈൽ പരമായിട്ടൊക്കെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. താടി വളർത്തി തുടങ്ങിയപ്പോൾ താടി തട്ടി നടക്കാൻ തോന്നുന്നോ? ഇവിടെ നിന്നും ഇത്രയാക്കിയില്ലേ? ഉറപ്പല്ലേ? 2026 എന്റെ റെസൊല്യൂഷൻ ആയിരുന്നു എന്തൊക്കെ നിർത്താൻ ചോദിച്ചു. അതാ ഞാൻ മറ്റേ ഇത്ര ഉണ്ടായിരുന്നു നേരത്തെ ഒരു ഇന്റർവ്യൂ മറ്റേ കോവിഡ് ടൈമിലൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. ജനുവരി 3-ാം തീയതി വരെ ഇത്ര ഇവിടെ ഈ ഇയർ വരെ ഉണ്ടായിരുന്നു. 2026 റെസൊല്യൂഷൻ അതായിരുന്നു എന്തൊക്കെ നിർത്താൻ. ഒത്തിരി ബിയർഡ് പീപ്പിൾ കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും. പണ്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നു, എനിക്ക് തന്നെ ഓക്കെ ഐ ഫെൽറ്റ് ഡിഫറെന്റ്. നൗ ഈസ് എവരിവെയർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ മറ്റോ മുടി വളർത്തിക്കൊണ്ട് ഇപ്പൊ മറ്റവന്മാര് പോകുന്ന മുടി വളർത്തിക്കൊണ്ടില്ല, താടിക്കാരന്മാര് പോകുന്നു. അങ്ങനെയാ പറയുന്നത്. എല്ലാവരും താടിയുണ്ട്, വളർത്താൻ പറ്റുന്നത് വളർത്തട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വളർത്തി, വെട്ടാൻ പറ്റുമെന്ന് മനസ്സിലായി, വെട്ടി, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പം. നമുക്ക് താടിയായിട്ട് കോമ്പറ്റീഷൻ ഇല്ല. താടി ഉണ്ടായിരുന്നു ചോദിച്ചാൽ കാണിക്കാം, ഫോട്ടോ ഉണ്ട്. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ആഗ്രഹം മൂവീസ് എന്ന് പറഞ്ഞു. സോ അത് ബിഹൈൻഡ് ദി ക്യാമറയാണോ അതോ ഫ്രണ്ടിലാണോ? അറൗണ്ട് ദ ക്യാമറ. അത് ഫ്രണ്ടിലും ആകാം ബാക്കിലും ആകാം. ഇതല്ലാതെ വേറെ പണിയൊന്നും അറിയില്ല എനിക്ക്. ഐ ജസ്റ്റ് നോ ടു ഗെറ്റ് എന്റർടൈൻഡ് ആൻഡ് ടു ഗിവ് സം കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ്, ടു ബി എ പാർട്ട് ഓഫ് എന്റർടൈൻമെന്റ്. So that is the only thing which I always dream about, and I breathe cinema. Acting. Yeah, of course. കുറച്ച് 1-2 സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. Yeah. അപ്പം ബിഹൈൻഡ് ദി ക്യാമറ ആണെങ്കിൽ എന്താ, ലൈക്ക് സംവിധാനം ആണോ സ്ക്രിപ്റ്റ് ആണോ? സോ അങ്ങനെ ചെയ്യുന്നുണ്ടോ? I think I'm good in ഡയലോഗ്സ് ഒക്കെ എഴുതാൻ നല്ലതാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ അവർ വിളിച്ചു ചോദിക്കണ്ട, ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞാ ഇങ്ങനെ കൊടുത്താൽ നന്നായിരിക്കില്ലേ? അത് കൊള്ളാലടാ, ഇത് ചിന്തിച്ച് വേറെ ആരും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ അതിനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇല്ല മോളെ, സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ സാധനങ്ങൾ വരുമ്പോൾ ഐ ആം നോട്ട് എ സ്ക്രിപ്റ്റ് റൈറ്റർ ബേസിക്കലി. അപ്പം ഒരു ചെറിയൊരു സ്കിറ്റ് ഓർ സം ഷോർട്ട് ഫിലിമിനകത്ത് ഇങ്ങനെ ഒരു സീൻ പറഞ്ഞിട്ട് എടാ ഇതിനകത്ത് എങ്ങനെയൊക്കെ കൊടുക്കാം ഇങ്ങനത്തെ ഒരു സാധനം പറയുകയാണെങ്കിൽ ഞാൻ പറയും ഓക്കെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇത് നന്നായിരിക്കും. അപ്പം മറ്റവൻ പറഞ്ഞത് കുറച്ചും കൂടെ നാടകീയമായിട്ടായിരിക്കും പറയുക. ഞാൻ നാടകീയമായി മാറ്റി വെച്ച് കുറച്ചും കൂടെ റോ ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ റോ ആയിട്ട് പിടിക്കുന്ന പരിപാടികളാണെങ്കിൽ ശോഭേ ഇതാടി. So yeah, that is something which I would. So പിന്നെ ഇപ്പം ഒരു റോൾ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്നത് ചെയ്യണം, ഹീറോ തന്നെ ആവണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറയില്ലേ ഇപ്പൊ ഹീറോ? അതിലോട്ടൊക്കെ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയില്ലേ ചേട്ടാ? മാറിയോ? മാറി. ഡെഫിനറ്റ്ലി. 330 കോടി ഓടി ഒരു സിനിമയുണ്ട്, ഒരു സീരിയൽ സിനിമയാക്കി എടുത്തത്, പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നിട്ട് കാഴ്ചപ്പാട് മാറിയോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഇന്ന് ചിന്ന ആശയെ കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ നമ്മള് ഇന്ദ്രൻ സാറിനെ അല്ലെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരാണ്. അതായത് പുള്ളീനെ ഇപ്പൊ എന്താ പറയാ, ബോഡി ഇപ്പോഴത്തെ കാലത്താണ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു
ടീം ഇറങ്ങും അല്ലേ? പക്ഷെ കൊടക്കമ്പി നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അത് കേട്ട് ചിരിച്ച് പിന്നെ അല്ലെ വന്ന ആളാണ്. Yes, yes. സോ ആ ആളുടെ സത്യം പറയാലോ എന്റെ ചേട്ടാ, ഇപ്പോഴും ഞാൻ ആ ഹാങ് ഓവറിൽ നിന്ന് മാറി. അയ്യോ പുള്ളി ടവറിംഗ് പുള്ളി എത്ര വർഷമായിട്ട് പീക്കിൽ സോ നിൽക്കുന്നു. ഡെഫിനറ്റ്ലി കാഴ്ചപ്പാട് മാറിയില്ലേ? തീർച്ചയായും. അങ്ങനെ നോക്കുമ്പോൾ കാഴ്ചപ്പാട് മാറും. പക്ഷെ പുള്ളി ഒരു മെയിൻ ഫ്രെയിം ഹീറോ ആയിട്ട് കാശ് മുടക്കാൻ പറ്റിയ എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്? Now people are ready for that ചേട്ടാ. I feel. Are they? Then it is good. Then it's good. പക്ഷെ ആ അത്രയും വലിയ ഫ്രെയിമിലൊക്കെ പുള്ളി എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനും വലിയൊരു സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, അങ്ങനെ വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റീസെന്റ് അടുപ്പിച്ച് 2 ദിവസമായിട്ട് ഞാൻ ആശ എന്ന് പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. What a beautiful movie. അതിനകത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട്, കൊടക്കമ്പി ആയിരുന്നു ഞാൻ പിന്നെ കെട്ടുകമ്പിയായി മാറുന്നു. പുള്ളി തന്നെ സ്വന്തമായിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളി ആ ഒരു ലെവലിലൊക്കെ ചിന്തിച്ച് പുള്ളിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി ഒരു ആസ് എൻ ആക്ടർ ഹി ഹാവ് റീച്ച്ഡ് എങ്കയോ എത്തിയിട്ട് പുള്ളി വേറെ സ്ഥലത്ത് അങ്ങ് എത്തി എന്നുള്ള സാധനമാണ്. അപ്പൊ പുള്ളിയെ ഇപ്പോഴും നന്നായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒത്തിരി യൂസ് ചെയ്യാം. ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നവരെയൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിലേക്ക് ഞാൻ വന്ന ചേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്താലേ പണ്ടത്തെ സംവിധായക ഡയറക്ടേഴ്സും ഇപ്പോഴത്തെ ഡയറക്ടേഴ്സുമായിട്ടുള്ള നോക്കിയ ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലേ ഇത് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന്? നമ്മൾ ടെക്നിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് മുന്നേറി. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും. പണ്ട് ക്രിയേറ്റീവ് സൈഡിലായിരുന്നു കുറച്ചും കൂടെ നമ്മൾ നോക്കേണ്ടിയിരുന്നത്. പത്മരാജൻ സാറായാലും ലോഹി സാറായാലും ഹൂവർ ഇറ്റ് വാസ്, ക്രിയേറ്റീവ് സൈഡ് ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് ആണ് അതിന്റെ വേണ്ടത്. അതിന്റെ ഒരു ഡിറക്ഷന്റെ ഭംഗിയായിരുന്നു. ഇതിപ്പം ഡിറക്ഷന്റെ ഭംഗി പ്ലസ് സിനിമാറ്റോഗ്രഫി, ആ ടെക്നീഷ്യൻ പരമായിട്ടുള്ള ഭംഗി, ടെക്നോളജി പരമായിട്ടുള്ള ഭംഗി എല്ലാം കൂടി ദാറ്റ് ബിക്കംസ് ദ സ്ക്രീൻ ബിക്കംസ് മോർ കളർഫുൾ. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പോസിറ്റീവ് തിങ്. പക്ഷെ അത് ആ ഈ ഒരു പുതിയ ഡയറക്ടേഴ്സ് വന്നപ്പോഴല്ലേ ഇങ്ങനത്തെ നമ്മൾ അല്ലെങ്കിൽ ഇവരൊന്നും നോട്ടീസ് ചെയ്യാപ്പെടാതെ പോയേനെ. ചാൻസ് കിട്ടിയത് കൊണ്ടാണ്. പണ്ട് ചാൻസസ് കുറവായിരുന്നു. പണ്ടും എല്ലാ ജനറേഷനിലും പുതിയ ഡയറക്ടേഴ്സും പുതിയ ആക്ടേഴ്സും എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. കിട്ടാനുള്ള ചാൻസസ് കുറവായിരുന്നു, കാരണം കിട്ടാനുള്ള പ്ലാറ്റ്ഫോംസ് കുറവായിരുന്നു. അപ്പൊ ഇത് കാണിക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരു സിനിമാറ്റോഗ്രാഫർ അവൻ എന്റെ വർക്ക് കാണിക്കാനുള്ള സാധനമാണ് ഇതായിരിക്കുന്നത്. ഒരു ആക്ടറിനെ കാണിക്കാനുള്ള സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനൊക്കെ എടുത്ത് മറ്റേലൊക്കെ അങ്ങ് തോണ്ടി വിട്ടാൽ മതി എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർ നല്ല രീതിയിൽ വരുന്നുണ്ട്, മോശമായിട്ട് യൂസ് ചെയ്യുന്നവർ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് എത്തിക്സ് ഉള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഐ വുഡന്റ് ബി ഡൂയിങ് ഇറ്റ്. അല്ല, ഞാൻ ചോദിച്ച കാര്യം ചേട്ടാ, ഇപ്പം നമ്മളിപ്പം ഇന്ദ്രൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആക്ടേഴ്സ് നോട്ടീസ് ചെയ്യപ്പെട്ടത് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സും ഇപ്പോഴത്തെ സ്റ്റോറിയും വന്നോണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇന്ദ്രൻ സേട്ടനൊക്കെ ശരിക്കും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് ആഷികേട്ടനും അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു. ഗാങ്സ്റ്റർ മുതലുള്ള പടങ്ങളിലൊക്കെ ആണെന്ന് തോന്നുന്നു. അതും കൂടെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജയരാജ് സാറൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ന്യൂ ഏജ് ഡയറക്ടർ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ആഷികേട്ടൻ വഴിയുള്ള അതിനുശേഷം വരുന്ന സിനിമകളിലൊക്കെ അദ്ദേഹം പുള്ളി നന്നായിട്ട് യൂസ് ചെയ്തു. യെസ് യെസ്. അപ്പൊ നിങ്ങളത് പറഞ്ഞത് ഒരു തരത്തിൽ കറക്റ്റ് തന്നെയാണ്. യെസ് യെസ് യെസ്. സോ ചേട്ടൻ അത്രയും മൂവിയിലോട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. സോ ഇപ്പം നമ്മളുടെ കാലത്തെ ഒരു സാധനമായിരുന്നല്ലോ മമ്മൂട്ടി മോഹൻലാൽ. സോ അല്ലേ, ഒരു കൾച്ചർ പോലെ ആയിരുന്നല്ലോ മമ്മൂക്ക ഫാൻസ്. ഇപ്പോഴും അതുണ്ടല്ലോ, അതിനൊരു മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ പാരന്റ്സ് കേട്ടോണ്ടിരുന്നത് അത് തന്നെയാണ്, കുട്ടികൾ കേൾക്കാൻ പോകുന്നത്. സോ അതെ, അതിനെങ്ങനെയാ ഏത് പക്ഷമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ആ കൾച്ചറിനെ എങ്ങനെ കാണുന്നു? ആ കൾച്ചറിനെ എങ്ങനെ കാണുന്നത് മേക്ക് ഇറ്റ് മോർ ക്ലിയർ ആയിട്ട് ചോദിക്കും. ഇപ്പൊ മമ്മൂക്ക ഫാൻസ് ആൻഡ് ലാലേട്ടൻ ഫാൻ അല്ല, ഏത് ഗ്രൂപ്പിൽ വരും? ഞാനോ സിനിമ ഫാൻസ് തീർച്ചയായിട്ടും. എനിക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. രണ്ടുപേരുടെ മോശം സിനിമകൾ ഒരുപോലെ തന്നെ വെറുപ്പാണ്. തീർച്ചയായിട്ടും. സോ ഇപ്പൊ പിന്നെ അവരെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന ആ മനുഷ്യന്മാര് തന്നെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി അവര് തന്നെ സ്റ്റിൽ റൂളിംഗ്. സോ അങ്ങനെ കാണുമ്പോൾ വാട്ട് യു ഫീൽ? ദേ ആർ ദ ലെജൻഡ്സ് ആർ ലെജൻഡ്സ്. അങ്ങനെ കണ്ടാൽ പോരെ? നമ്മൾ ലെജൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എന്തിനാണ് ചെയ്യുന്നത്? അവരവിടെ ഉണ്ടല്ലോ, അവരവരുടെ പരിപാടി നന്നായിട്ട് ചെയ്തോണ്ടിരിക്കും. ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് കിടക്കല്ലേ. നമ്മൾക്കിപ്പോ 2 ക്യാം ഉണ്ട്. ഇഫ് യു വാണ്ട് ടു കീപ് എ 360 ക്യാം, യു കീപ് ഇറ്റ് ദേർ. നോ, വി ഹാവ് എ സ്പേസ് ഇൻ ദേർ. ഇതിനടുത്ത് മാറ്റായിരുന്നാ പോരെ? കാരണം അത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ് ഈസ് ഡൂയിങ് വെരി വെൽ. Why do you even think like that? Okay, we are getting the breathing space. If we are lucky enough to share a screen with them, that's like, come on, godly gift. എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, നമ്മൾ ഇനി തിരിച്ച് ആങ്കറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതോ ഒരു സമയത്ത് ചേട്ടന് ലൈക്ക് ഒരു 6 hours കണ്ടിന്യൂസ് ഷോ ചെയ്തു എന്ന് ഞാൻ കണ്ടു, ബാക്ക് ടു ബാക്ക്. സോ അതെങ്ങനെയാണ്? ലൈക്ക് ഇപ്പം നമുക്കറിയാം, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരേ എനർജി കീപ്പ് ചെയ്യണം ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ആ കോണ്ടന്റ് ക്ഷാമം അല്ലേ, കുറേ സംസാരിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ കയറി ആ ഒരു
സാധനം ഈ കോണ്ടന്റ് എന്നുള്ള വാക്ക് തന്നെ ഇപ്പൊ റീസെന്റ് ആണ് വന്നത്. പണ്ട് വിളിക്കുന്നത് ഓരോരുത്തരും ഓരോ കോണ്ടന്റ് ആണ്. സോ പിന്നെ സംസാരിക്കുന്ന ആളാണ് ഫ്രണ്ട് ഇരിക്കുന്നതിന് അതൊരു പ്രശ്നമേ അല്ല മക്കളെ. താൻ തന്നെ നമ്മൾ ഇത്രയും നേരം വന്നിരുന്നു, ഒരു സ്ഥലത്ത് പോലും ലാഗ് വന്നില്ല. ബിക്കോസ് യു നോ വാട്ട് യു ആർ ആസ്കിങ്, ഐ ആം റെഡി ടു ആൻസർ എനിത്തിങ്. സോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വിളിച്ചിട്ട് പേടിയുള്ളവർ വിളിക്കും. പിന്നെ ചിലവരുണ്ട് അന്ന് ഞാൻ പറയുന്ന പോലെ ടി വി നോക്കിയിരുന്ന് വിളിക്കും. അത് സ്ഥിരം നിങ്ങളൊക്കെ പറയുന്നത് ടി.വി. സൗണ്ട് കുറയ്ക്കൂ. അപ്പൊ എന്റെ ദേഷ്യം എല്ലാം കൂടെ കയറും. അപ്പം അകത്തുനിന്ന് പ്രൊഡ്യൂസർ പറയും ക്യാമറ ഓൺ. ഓക്കെ ശരി ചേട്ടാ പറ, അവരുടെ മര്യാദക്ക് പറ. ഇപ്പൊ അവരകത്തുനിന്ന് പറഞ്ഞു കേൾക്കാം, നാശാണ് നിൽക്കുന്നത്, അറിയാലോ, ടിവിയിൽ ഒരു കാരണവശാലും നോക്കരുത്. ആ ശരി ചേട്ടാന്ന് പറഞ്ഞാൽ അവര് വീണ്ടും ടി വി നോക്കി. ഇപ്പൊ ദേഷ്യം വരുമോ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ അറിയാതൊക്കെ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. ലൈവ് ആയതുകൊണ്ട് അത് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതൊരിക്കലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ബട്ട് ദാറ്റ് വാസ് എ ജെന്യൂനിറ്റി എന്ന് തോന്നുന്നുണ്ട്. അവരെ വീട്ടിൽ ഒരുത്തൻ ദേഷ്യപ്പെട്ട്, വീട്ടിൽ ഒരു കൊച്ചിറക്കൻ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ വീട്ടിലമ്മ ദേഷ്യപ്പെട്ട് വരുന്നത്. ഫ്രീക്വന്റ് ടാഗ് ഉള്ളതുകൊണ്ട് പീപ്പിൾ അത് അക്സെപ്റ്റ് ചെയ്തു തോന്നുന്നു. അവനല്ലേ അവ അതൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഞാൻ അതിന് സീരിയസ്ലി പറഞ്ഞു, അങ്ങനെ പറയാൻ ഒരു വഴിയില്ല. അങ്ങനെ കൂരി വന്നിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും അവൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഓഹോ അപ്പടിയാ. അപ്പൊ 6 hours ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? മോളെ അതെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ആങ്കേഴ്സ് ലീവായിരുന്നു. 2 പേർക്ക് പരീക്ഷയായിരുന്നു. ഒരുത്തൻ ബ്ലോക്കിൽ വിട്ടുപോയി. എന്റെ കഷ്ടകാലത്തിന് ഞാനാ വന്ന് ചാടിക്കൊടുത്തത്. അപ്പൊ മറ്റേ അരുൺ വന്നിട്ടില്ല. ആണോ? അപ്പൊ എന്ത് ചെയ്യണം? ഇതും കൂടെ നീ നോക്കൂ. ശരി ഏട്ടാ, കോസ്റ്റ്യൂംസ് ഇപ്പൊ കൊണ്ടുവരും. അവൻ ഓക്കെ കോസ്റ്റ്യൂംസ് വരുന്നു. എടാ അമ്മൂന് ക്ലാസ് വിട്ടിട്ടില്ല. അറിയാ ഇതിന് ശേഷം കിഡ്സ് പ്രോഗ്രാം ആണ്, ഇനി അതും കൂടെ ഞാൻ ചെയ്യണ്ട. അത് മാത്രമാണ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയത്. പിന്നെ വീണ്ടും again till 7 I had to do. So that was fun. That was fun and ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. കാരണം nobody was ready to do it. എനിക്ക് വേറെ പണിയില്ലാത്ത ഞാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പഠിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്താണ് ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ അത് ഏറ്റെടുക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പോവാ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ അല്ലെ, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ആയിട്ടുള്ള പിള്ളേരെ കാണൽ വളരെ കുറവാണ്. വന്നിരിക്കുന്ന ആൾക്കാർ ഫ്രണ്ടിൽ ഇരിക്കുന്നവനെ ചൊറിയാനും അവനെ കുത്തിത്തോണ്ടി അവനെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും അവന്റെ വായലോളെല്ലാം കേൾക്കാനും ഒക്കെ വിചാരിച്ച് സംസാരിക്കണം. അതിനെന്താണ് കാര്യം ഇരിക്കുന്നത്? ദ പ്രോഗ്രാം നീഡ്സ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ പറയാണ് എന്റെ പ്രോഗ്രാമിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു, നിങ്ങളുടെ ലൈംഗിക മറ്റേ സാധനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, തെറി വിളിക്കുന്നു. അതൊക്കെയാണ് എന്റെ ഷോ എന്ന് പറഞ്ഞാൽ പേര് അങ്ങനെ ആയിരിക്കണം. ഇതല്ലാതെ നോർമൽ ചാറ്റ് ഷോ എന്നൊക്കെ വിളിച്ചുകൊണ്ടിട്ട് ഓരോരുത്തരെ പേര് ഞാൻ പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചാൽ ഞാൻ വളരെ മോശമായിട്ടൊക്കെ പല ആംഗിൾ സംസാരിച്ചു ഞാൻ ചാടിച്ചു കൊടുത്തതാണ് ഉറപ്പായിട്ടും. തെറി വിളിച്ചിട്ട് അവർ ഇറങ്ങിപ്പോന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോന്ന് അവരുടെ മാന്യത പോലും ഇരിക്കും. മനസ്സിലായില്ലേ? ചേട്ടാ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്കാർക്ക് അത് വേണം എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതാണ് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് സീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാർ ഇപ്പോഴും ഉള്ളിടത്തോളം കാലം അങ്ങനത്തെ നെഗറ്റീവ് സീൻ മനുഷ്യർ ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ നമുക്ക് കൂടുതൽ ചായ്വ് നെഗറ്റീവ് കാര്യങ്ങളിലേക്കായിരിക്കും അല്ലേ. വി ഗെറ്റ് അട്രാക്റ്റഡ് ടു നെഗറ്റീവ് തിങ്സ് അല്ലേ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. സോ അതുകൊണ്ട് അതൊരു ഹ്യൂമൻ മനസ്സിന്റെ മോശപ്പെട്ടൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒളിച്ചിരുന്ന് സീൻ പിടിക്കുന്ന പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, നമ്മൾ കേൾക്കാറില്ല ഇപ്പോഴും. കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ ഹോസ്റ്റലിൽ കയറി ഒളിച്ചിരുന്ന് പെങ്കൊച്ചിനെ കയറി പിടിച്ചു 4 വിക്കറ്റ്. ജനൽ കമ്പിയുടെ കൂടെ കയറി പിടിച്ചിട്ട് എന്ത് കേട്ടാ എന്ത് സുഖം പറയാനില്ല. എന്തൊക്കെ തേങ്ങയാണ് കഴിയുന്നത്. ഇത്ര പെർവേഷനുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ചേട്ടാ ഇപ്പോഴേ നമ്മള് ഫ്രീക്കൻ ഒരു ടാഗ്, ഇപ്പം ചേട്ടനെ പോലെ ഡ്രസ് ചെയ്ത് കാഷ്വലി നടന്ന ഫ്രീക്കൻ, അല്ലെങ്കിൽ നമ്മള് വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നാല് മാന്യൻ, അല്ലെങ്കിൽ ആരെ പോലെ നേരത്തെ വന്നിരുന്ന എന്റെ സുഹൃത്തിന്റെ പേര് വേണമെങ്കിൽ പറയാം, രാഹുൽ ഈശ്വറിനെ പോലെ കണ്ട ഓക്കെ മാന്യൻ. കേൾക്കാൻ വേണ്ടി ഓക്കെ അല്ല ഞാൻ പറയാ, ഇങ്ങനെ നമ്മൾ ഓരോ മനുഷ്യർക്ക് ഓരോ ടാഗ് കൊടുക്കുമല്ലോ. അല്ലെ കുറച്ചൊന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അമ്മ മോനെ വിളിക്കുക അല്ലെ, അങ്ങനെ പറയത്തില്ലേ, പാൽക്കുപ്പി എന്തൊക്കെയോ വിളിക്കും. അപ്പം ഇങ്ങനെ. സോ അക്കോർഡിംഗ് ടു യു ഒരു മെൻ, ഹൗ യു ഡിഫൈൻ മെൻ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ചോദിച്ചാ ഇങ്ങനൊക്കെ ഇങ്ങനെ ഒരു ടാഗിന്റെ ആവശ്യമുണ്ടോ? A man is a person who have real personality. If it is good, he's a good man. If he's bad, he's a bad man. How can we judge good or bad? By knowing them, by talking to them, by seeing them things and how they deal with things and how respectfully they talk. So ipo njan choikkana define Nash. How will you define yourself? This is me. I was the same. One word. Me myself. Raw me. Raw. I'm pretty raw. Transparent. Very much. I speak my heart.
അത് തന്നെ പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ദാറ്റ് ഇസ് മൈ ക്യാരക്ടർ. നമ്മൾ ആരും ഉപദ്രവിക്കാനോ ആരെയും മോശമായിട്ട് പറയാനോ ആരെങ്കിലും താഴ്ത്തി കെട്ടാനോ ഒന്നും നമ്മൾ പറഞ്ഞു ബീലിറ്റിൽ ചെയ്യാനോ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. നമ്മൾ പേടിക്കേണ്ട കാര്യം, തെറ്റൊന്നും ചെയ്യുന്നത് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പറയുന്നത് കോൺട്രവേഴ്സി കാര്യങ്ങൾ ഞാൻ കയറി പറയാറുമില്ല. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ക്യാമറ ഓഫ് ചെയ്താണ് ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി പറയാം. ഇത് പലരും നമുക്ക് ഫേസ് വാല്യൂ ഉണ്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൂവീസിന്റെ റിവ്യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഇൻ മൈ ഷോസ് ഐ സജസ്റ്റ് മൂവീസ്. പുതിയ പടം കണ്ടത് ഇതിങ്ങനെയാണ് ഇത് കൊള്ളത്തില്ല, അത് ഞാൻ ചെയ്യത്തില്ല. കാരണം ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഒന്ന്. രണ്ടാമത്തത് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഈ 150 രൂപ 200 രൂപ ചിലവാക്കി വരുന്നവന് ആ ഒരു റെസ്പോൺസിബിൾ ഉണ്ട്. എനിക്ക് എന്റർടൈൻ ആകുന്ന ഈയുടെ കോടിക്കണക്കിന് ചിലവാക്കി ദിവസവും വർഷങ്ങളും ആരോഗ്യവും അവന്റെ മാനസിക പ്രശ്നങ്ങളും എല്ലാം ചിലവാക്കി ഒരു സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മോശം സിനിമയാകാം, നല്ല സിനിമയാകാം, അത് വേറെ കാര്യം. അത് പറയേണ്ട ഒരു രീതി ഉണ്ട്, ഇല്ലെങ്കിൽ പറയാതിരിക്കും.